പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ നല്ലവനാണോ? എന്താണ് ചോദ്യം? നീ നല്ലവനാണോ? എന്താണ് ചോദ്യത്തിന്റെ ഉത്തരം? എന്താണ് ചോദ്യത്തിന്റെ ഉത്തരം? അതെ അല്ലേ? ഹല്ലേലൂയ! ഈശോ പറയുകയാണ്, ദൈവം ഒരുവനല്ലാതെ വേറെ ആരും നല്ലവനില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ നല്ലവനാണ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമാണ്. നമ്മളൊക്കെ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ ഓക്കെയാണ്. ഹല്ലേലൂയ! അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഈശോയെ, സ്വർഗരാജ്യം അവകാശമാക്കാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? നന്മ ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നല്ലവൻ. അപ്പോൾ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഒരു ചിന്ത, എനിക്ക് ഏത് നന്മയും ചെയ്യാൻ സാധിക്കും. നീ പറഞ്ഞാ മതി. നമ്മൾ ചില പറയാറില്ലേ, പറഞ്ഞാ മതി ചെയ്തോളാം എന്ന് പറയുന്നത് പോലെ, ഏത് നന്മ ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യാം. ഞാൻ അങ്ങനെ നന്മ ചെയ്ത് ഒരു ദിവസം എന്ത് ചെയ്യും? നന്മ ചെയ്ത് ഞാൻ ഒരു ദിവസം പുണ്യവാളനാകും. ഹല്ലേലൂയ! അപ്പോൾ ഞാൻ നന്മ ചെയ്യുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വാഭാവിക ചിന്ത, അതാണ് അയാൾ പറയുന്നത്. അയാളോട് ഈ സ്വപ്പം തന്നെ പറഞ്ഞു കൊടുക്കാണ്, മോനെ, നീ അങ്ങനെ പറയല്ലേ. നല്ലവൻ ഒരാൾ മാത്രമാണ്. നല്ലവനെന്ന പേരിന് മനുഷ്യരാരും യോഗ്യരല്ല. നല്ലവൻ ദൈവം മാത്രമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് കഥയുടെ അവസാനം ഈശോ പറയുന്നത് പോലെ, നീ എന്നെ അനുഗമിക്കുക, നീ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈശോയുടെ കുരിശുമരണത്തോടും ഈശോയുടെ പീഡാനുഭവത്തോട്, ഈശോയുടെ കുരിശുമരണത്തോട്, ഈശോയുടെ പുനരുദ്ധാനത്തോട്, ഈശോയുടെ സ്വർഗാരോഹണത്തോട് ചേർന്ന് നിൽക്കുക. അതാണ് നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ ചെയ്യുന്ന നന്മകളിലൂടെയല്ല നമ്മൾ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നത്. ഈശോ ചെയ്ത ആ വലിയ നന്മയിലൂടെയാണ്. ആ നന്മയുടെ പാതയിൽ നമ്മൾ കയറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വാഹനം, ഈശോ, ആ രക്ഷാകരമായ ആ വെഹിക്കിൾ ഈശോയാണ്. വെഹിക്കിൾ, ആ വാഹനം എങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്? ആ വാഹനം നിത്യതയിലേക്കുള്ള യാത്രയിലൂടെ ഷുവർട്ടിയാണ്, ഗ്യാരണ്ടിയാണ്. നമ്മൾ അതിൽ കയറി ഇരിക്കുന്നു എന്നതാണ് നമ്മൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ! ഇപ്പോൾ നമ്മൾ എവിടെയാണ്? രക്ഷാകരമായ ആ വാഹനത്തിന്റെ ഉള്ളിലാണ്. ഇനി ആ ഉള്ളിലിരുന്ന് അതിന് ബോംബിടാതിരുന്നാൽ മതി. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പോൾ ഈശോയുടെ ഈ വചനഭാഗം, ഈ സുവിശേഷ ഭാഗത്തിന് വളരെയേറെ പ്രസക്തിയുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ അല്ല, ഈശോയിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതും ഈശോ പറയുന്നത്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് ഈശോ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതുമൊക്കെ ഈ ഒരു ദൈവശാസ്ത്രമാണ്. ഹല്ലേലൂയ! അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് പള്ളിയിൽ പോയില്ലെങ്കിലും, എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പാപങ്ങളും തിന്മകളും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ നിത്യത പ്രാപിക്കും എന്നുള്ള ചിന്തയെയാണ് ഈശോ ഇവിടെ നിഷേധിക്കുന്നതിനെയാണ് ഈശോ ഇടുന്നത്. നമുക്ക് രക്ഷ പ്രാപിക്കാൻ
ഈ അൾത്താരയാകുന്ന, ഈ ബലിയർപ്പണമാകുന്ന, ക്രിസ്തുവാകുന്ന ഒരേ ഒരു വഴിയുള്ളൂ നിത്യതയിലേക്ക്. ഹല്ലേലൂയ. മറ്റൊരു മാർഗത്തിലൂടെയും ഈ ലോകത്തിലുള്ള ജ്ഞാനത്തിന്റെ മാർഗം, കുറെ കാര്യങ്ങൾ അറിയുന്നതിലൂടെയും കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും, അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് സൂക്ഷിക്കുന്നതിലൂടെയും, അല്ലെങ്കിൽ നന്മകൾ കുറെ ചാരിറ്റി ചെയ്യുന്നതിലൂടെയും, തിന്മകൾ നമ്മൾ പുറമെ പറയുന്ന പല തിന്മകൾ ചെയ്യാതിരിക്കുന്നതിലൂടെ കേവലം ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. ഈശോ പറയുകയാണ്, എന്നിലൂടെ നിനക്ക് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ, നിനക്ക് നിത്യത പ്രാപിക്കണമെങ്കിൽ നീ എന്നെ അനുഗമിക്കുക, എന്നോട് കൂടെ ആയിരിക്കുക. നമുക്ക് കണ്ണുകളടക്കാം. ഈശോയെ അനുഗമിക്കുന്നതും ഈശോയുടെ കൂടെ ആയിരിക്കുന്നതും അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ്. അതൊരു ഓപ്ഷനുള്ള കാര്യമല്ല. സൗകര്യമുണ്ടെങ്കിൽ ചെയ്യുക എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. അത് ഓപ്ഷൻ ഇല്ലാത്ത, നിശ്ചയമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ കാര്യത്തിൽ വന്നുപോയ തെറ്റിദ്ധാരണകൾ, അബദ്ധധാരണകളൊക്കെ ഓർത്തനുഭവിക്കാം. നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്രകാരം വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്രാപിക്കാമെന്ന മിഥ്യാധാരണയിലൂടെ കടന്നു പോകുന്ന എല്ലാ സമയങ്ങളെ ഓർത്തനുഭവിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയും, ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് പാപം മൂലം നഷ്ടപ്പെട്ട തിരുമുഖച്ഛായ നമുക്ക് വീണ്ടും ലഭിക്കുകയാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ.